വിദേശ കുടിയേറ്റത്തിനും ഉപരിപഠനത്തിനും ആഗ്രഹിക്കുന്ന മലയാളി വിദ്യാർത്ഥികളുടെയും സഞ്ചാരികളുടെയും പ്രിയപ്പെട്ട ഇടമാണ് കാനഡ. എന്നാൽ കാനഡയിലേക്കുള്ള വിസ അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് കൃത്യമായ സാമ്പത്തിക രേഖകളുടെ അഭാവമാണ്. 2026 കാനഡ തങ്ങളുടെ വിസ മാനദണ്ഡങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ട തുകയുടെ കാര്യത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വിമാന ടിക്കറ്റിനുള്ള പണം ഉണ്ടായതുകൊണ്ട് മാത്രം വിസ ലഭിക്കില്ല. കാനഡയിൽ താമസിക്കുമ്പോൾ ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭാരമാകാതെ സ്വന്തം ചിലവിൽ കഴിയാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ 2026 പുതിയ നിയമപ്രകാരം ഒരു ടൂറിസ്റ്റ് വിസയ്ക്കും സ്റ്റഡി പെർമിറ്റും എത്ര രൂപ ബാങ്ക് ബാലൻസ് വേണം, എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്നിവയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. കാനഡ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഔദ്യോഗികമായി ഒരു നിശ്ചിത തുക ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ നിഷ്കർഷിക്കുന്നില്ലെങ്കിലും വിസ ലഭിച്ചവരുടെ കണക്കുകൾ പരിശോധിച്ചാൽ ഒരു ബെഞ്ച് മാർക്ക് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 2026 കണക്കനുസരിച്ച് ഒരാൾക്ക് ആഴ്ചയിൽ കുറഞ്ഞത് $1200 ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തുക നിങ്ങളുടെ വിമാന ടിക്കറ്റിനും ഹോട്ടൽ ബുക്കിങ്ങിനും പുറമെ ഉള്ളതായിരിക്കണം എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ 2 ആഴ്ചത്തെ സന്ദർശനത്തിനാണ് പോകുന്നതെങ്കിൽ കുറഞ്ഞത് 1.85 ലക്ഷം ഇന്ത്യൻ രൂപ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. ഒരു മാസത്തേക്കാണെങ്കിൽ ഇത് 3 ലക്ഷത്തിന് മുകളിൽ വരും. വിദ്യാർത്ഥികൾക്കാണ് 2026 ഏറ്റവും വലിയ വെല്ലുവിളി നേരിടേണ്ടി വരുന്നത്. കാനഡയിലെ ജീവിത ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് നിബന്ധനകളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന തുകയേക്കാൾ ഇരട്ടിയിലധികമാണ് ഇപ്പോൾ കാണിക്കേണ്ടത്. ഒരു വിദ്യാർത്ഥി തന്റെ ട്യൂഷൻ ഫീസിന് പുറമെ ഒരു വർഷത്തെ ജീവിത ചെലവിനായി $20,635 ബാങ്ക് ബാലൻസ് കാണിക്കണം. ഇത് ഏകദേശം 12.70 ലക്ഷം ഇന്ത്യൻ രൂപ വരും. ഇതുകൂടാതെ വിമാന ടിക്കറ്റിനുള്ള തുക വേറെയും കരുതണം. കാനഡയിലെ പഠനകാലത്ത് വിദ്യാർത്ഥികൾ അധിക സമയം ജോലി ചെയ്ത് പണം കണ്ടെത്തുന്നത് ഒഴിവാക്കാനും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമാണ് ഗവൺമെന്റ് ഇങ്ങനെയൊരു കർശന നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. വെറുതെ ബാങ്ക് ബാലൻസ് കാണിച്ചതുകൊണ്ട് മാത്രം വിസ ലഭിക്കില്ല. ആ പണം എവിടെ നിന്ന് വന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ കൂടി വേണം. അംഗീകരിക്കപ്പെട്ട പ്രധാന രേഖകളാണ് ഇനി പറയാൻ പോകുന്നത്. കഴിഞ്ഞ 6 മാസത്തെ വിശദമായ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആവശ്യമാണ്. അവസാന നിമിഷം അക്കൗണ്ടിലേക്ക് വലിയ തുകകൾ നിക്ഷേപിക്കുന്നത് ഉദ്യോഗസ്ഥരിൽ സംശയം ഉളവാക്കും. ലിക്വിഡ് ക്യാഷ് പോലെ പെട്ടെന്ന് മാറ്റാൻ കഴിയുന്ന FDകൾ മികച്ച സാമ്പത്തിക തെളിവാണ്. നിങ്ങളുടെ മാസ വരുമാനം തെളിയിക്കുന്ന സാലറി സ്ലിപ്പുകളും കഴിഞ്ഞ 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്നത് വിസ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ബന്ധുക്കളോ മറ്റോ ആണ് പണം നൽകുന്നതെങ്കിൽ അവരുടെ സാമ്പത്തിക ശേഷി തെളിയിക്കുന്ന രേഖകളും ഒരു സത്യവാങ്മൂലവും നൽകണം. പലരും വരുന്ന ചില തെറ്റുകൾ മൂലം വിസ അപേക്ഷകൾ തള്ളപ്പെടാറുണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് തൊട്ടു മുമ്പ് സുഹൃത്തുക്കളിൽ നിന്നോ മറ്റോ പണം കടം വാങ്ങി അക്കൗണ്ടിൽ ഇടുന്നത് ഇമിഗ്രേഷൻ ഓഫീസർമാർ എളുപ്പത്തിൽ കണ്ടെത്തും. ഇതിനെ പ്രൂഫ് ഓഫ് ഫണ്ടായി കണക്കാക്കില്ല. നിങ്ങളുടെ അക്കൗണ്ടിലെ തുക എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് കുറയുന്നതും വിശ്വസനീയമല്ല. ഒരു സ്ഥിരമായ സമ്പാദ്യശീലം നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ കാണണം. നിങ്ങളുടെ കയ്യിലുള്ള ഭൂമിയുടെയോ വീടിന്റെയോ മൂല്യം സാമ്പത്തിക തെളിവായി കാണിക്കാം, പക്ഷേ അത് ലിക്വിഡ് അസറ്റ് അല്ലാത്തതിനാൽ ബാങ്ക് ബാലൻസിന് പകരമാവില്ല. 2026 കാനഡയിൽ വാടകയും ഭക്ഷണ ചെലവും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ടൊറന്റോ, വാൻകൂവർ പോലുള്ള നഗരങ്ങളിലാണ് നിങ്ങൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ മിനിമം ബാലൻസിനേക്കാൾ 20 മുതൽ 30% കൂടുതൽ തുക കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. കൂടാതെ കനേഡിയൻ ഡോളറിന്റെ വിനിമയ നിരക്ക് ദിവസേന മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ അപേക്ഷിക്കുന്ന സമയത്ത് നിരക്ക് പരിശോധിച്ച് അല്പം കൂടുതൽ തുക അക്കൗണ്ടിൽ നിലനിർത്താൻ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥിക്ക് GIC എടുക്കുന്നത് നിർബന്ധമാണ്. 2026 പുതുക്കിയ തുക പ്രകാരം GIC തുക കൃത്യമായി അടച്ചിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തണം. ചുരുക്കത്തിൽ, കൃത്യമായി പ്ലാനിങ്ങും സുതാര്യമായ സാമ്പത്തിക രേഖകളും ഉണ്ടെങ്കിൽ കാനഡ വിസ ലഭിക്കുക എന്നത് പ്രയാസകരമായ കാര്യമല്ല. സർക്കാർ നിർദ്ദേശിക്കുന്ന തുകയേക്കാൾ അല്പം കൂടുതൽ തുക കാണിക്കാനും രേഖകൾ കൃത്യമായി ബോധ്യപ്പെടുത്താനും ശ്രമിക്കുക. നിയമങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാം എന്നതിനാൽ ഔദ്യോഗിക IRCC വെബ്സൈറ്റ് ഇടയ്ക്കിടെ പരിശോധിക്കുകയോ ഒരു വിദഗ്ധ ഇമിഗ്രേഷൻ കൺസൾട്ടന്റിന്റെ സഹായം തേടുകയോ ചെയ്യുന്നത് നന്നായിരിക്കും.